സാർ കടങ്കഥ പറഞ്ഞ് കളിക്കാൻ വന്നതാണോ? അപ്പൊ നിങ്ങൾക്കിതിൽ പങ്കൊന്നുമില്ലെന്നാണോ? കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുക എന്ന് നിങ്ങളുടെ സ്ഥിരം പോലീസ് പരിപാടി ഉണ്ടല്ലോ, അതെടുക്കാനാണോ ഉദ്ദേശം? എത്ര കാലമായി ഞാൻ എന്റെ അമ്മാവനെ അന്വേഷിച്ച് നടക്കുകയാണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ പറയുന്നു കൊല്ലപ്പെട്ടത് എന്റെ അമ്മാവനാണെന്ന്. അത് കേൾക്കുമ്പോ എനിക്കുണ്ടാവുന്ന ദുഃഖം നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ദുഃഖത്തിന്റെ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെക്കുറിച്ച് ചില കഥകളൊക്കെ ഞാനും അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ട്. 7-8 വർഷങ്ങൾ കൊണ്ട് നിങ്ങളുണ്ടാക്കിയ നേട്ടങ്ങൾ, വലിയ സമ്പത്ത്, ബിസിനസ്, ഇതിനെല്ലാം പിന്നിൽ ഒരു ചോരമണമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? എന്റെ ബിസിനസിന്റെ രഹസ്യങ്ങൾ അന്വേഷിച്ചു പോവാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആദ്യം എന്റെ അമ്മാവനെ കൊന്ന യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുക. എന്നിട്ട് അയാളെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്ത്. നിങ്ങളുടെ നിയമം ശിക്ഷിക്കുന്നതിന് മുമ്പ് എന്റെ അമ്മാവനെ കൊന്ന കൊലയാളിയെ ഞാൻ ശിക്ഷിച്ചിരിക്കും. കേരള പോലീസിനെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഡയലോഗ് അടിച്ചിട്ടല്ല മിടുക്ക് കാണിക്കേണ്ടത്. ഇത്രയും കാലം ഈ യൂണിഫോം ഇട്ടതിന്റെ എന്തെങ്കിലും ഒരു കഴിവ് സാറിനുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾ എന്റെ മുമ്പിൽ കൊണ്ടൊന്ന് കാണിക്കും. അല്ലാതെ സാറിന്റെ ഈ യൂണിഫോമിന് മുന്നിൽ പേടിച്ചു നിൽക്കുന്ന പാവങ്ങളോട് പെരുമാറുന്നത് പോലെ എന്നോട് പെരുമാറണ്ട. പിന്നെ അധികകാലം സാറിന് ഈ യൂണിഫോം ഇടാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. ഓ, ഭീഷണിയാണോ? നമുക്ക് കാണാം. സാർ, ഇതുപോലുള്ള കൂടിക്കാഴ്ചകൾക്കൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ ഭീഷണി അതെന്നോടും വേണ്ട.